ബാഗിനെ പറ്റി നിങ്ങൾക്ക് നേരത്തെ ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് അപ്പൊ തന്നെ അവിടുന്ന് റിമൂവ് ചെയ്യിക്കണമായിരുന്നു. പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. സംശയം തോന്നിയാൽ വിസിൽ കൊടുത്ത് കട്ടൻ ഇടിച്ചിട്ട് പ്രോഗ്രാം പിന്നെ നടത്തിയാ പോരായിരുന്നോ? പിന്നെ എന്തിനാ കഴുത്തിലൊരു വിസിൽ തൂക്കി തന്നേക്കുന്നത്? ചന്തത്തിനോ? ഐ എം സോറി. എവിടെയാ അവള്? വിളിക്ക. എന്തും കാണിക്കാന്നാണോ? ടീച്ചർ, ഞാനതിന് ഇന്ന് നിനക്ക് ടി സി തന്ന് പറഞ്ഞു വിടാത്തത് പരീക്ഷയ്ക്ക് ആകെ ഇനി 1.5 മാസമല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ടാണ്. ടീച്ചേം ചെയ്യുന്ന ഉറപ്പായതുകൊണ്ടാണോ എന്ത് അനാവശ്യമാകാം എന്നങ്ങ് തീരുമാനിച്ചത്? നിന്റെ ഒരു വാളുണ്ടല്ലോ, അവളോടും പറഞ്ഞോ അടുത്ത കൊല്ലത്തേക്ക് വേറെ സ്കൂൾ നോക്കിക്കോളാം. എനിക്ക് വാലില്ല. ഡേറ്റിംഗ് ചെയ്താ ഞാൻ വീട്ടിൽ പോവില്ല. പിന്നെ എങ്ങോട്ട് പോവും? വേറെ എങ്ങോട്ടെങ്കിലും പോവും, വീട്ടിൽ പോവില്ല. നിനക്ക് മാക്സിമം ഭോപ്പാലിൽ നിന്ന് മമ്മി വന്ന് വിളിച്ച് അങ്ങോട്ടങ്ങ് കൊണ്ടുപോവേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആലോചിച്ചാല് നിന്റെ ഡാഡി നിനക്ക് വേറെ സ്കൂൾ കണ്ടുപിടിക്കും, അത്രേ ഉള്ളൂ. അല്ല, ഡാഡി എന്നെ പിടിച്ച് കെട്ടിക്കും. എങ്കിൽ നല്ലതല്ലേ, ഈ ബോർഡിൽ നിന്ന് എസ്കേപ്പ് ആയല്ലോ. ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരുമില്ലായിരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ? ഇതങ്ങനെയൊന്നുമല്ല സാലി, നിനക്കറിയില്ല. എന്റെ ഇഷ്ടമൊന്നും ഡാഡി നോക്കില്ല. ഒരു ചുമതല ഒഴിച്ചുവിടാൻ വേണ്ടി ചെയ്യുന്ന മാതിരിയായിരിക്കും അത്. വല്ല തടിയും എസ്റ്റേറ്റുകാരനും പിന്നെ അവന്റെ കുടിയും ആൾവാസം ഇല്ലാത്ത ഏതെങ്കിലും കാട്ടിലെ കുന്നിൻ പുറത്തെ ബോറടിച്ച പോഷ് ലൈഫും. അങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും പോയിക്കളയാൻ പോണേ. എവിടെ? ദൂരെ ദൂരെ എവിടെയെങ്കിലും, സേഫായൊരു ദൂരെ. Daman. വിഷ് ചെയ്ത രീതി നന്നായിരിക്കുന്നു. വിഷ് ചെയ്തോ? ആര് വിഷ് ചെയ്തു? കാണുമ്പോ വിഷ് ചെയ്യാൻ നിങ്ങൾ ആരാ? കന്യാമാതാവാണോ? ദേ കുട്ടി, എക്സാമിന് ഇനി 1.5 മാസമുണ്ട്. വേണേൽ ഇന്നു മൂലം ഒരു തീരുമാനം എടുത്ത് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താ ചിലപ്പോ രക്ഷപ്പെടാം. രണ്ടിനും നല്ല തലയുള്ളോണ്ട് പറയുക. അതല്ല എന്തായാലും പോക്കാണെന്ന മട്ടിൽ എന്തും കാണിച്ചുകളെന്ന് അങ്ങ് തീരുമാനിച്ചു കളിച്ചാ ഷുവറാ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, രണ്ടും അടുത്ത വർഷം സ്കൂളിൽ കാണില്ല. പിന്നെ എന്താ കാണണോ? ഞങ്ങള് കണ്ടില്ലേ, ചിലപ്പോ ടീച്ചറും കണ്ടില്ലെന്ന് വരും. ഓ, സ്കൂള് നിങ്ങളുടെ കുടുംബസ്വത്താണല്ലോ, പിന്നെ നിങ്ങളുടെ ആയിരിക്കും, എന്റെ അല്ല. അത് ഓർത്താ മതി. പഠിക്കാൻ കാശില്ലാത്തോണ്ട് മാത്രം വന്ന വീട്ടിലും അടുക്കള ജോലിക്ക് പോകുന്ന പെൺപിള്ളേർ ലക്ഷക്കണക്കിനാണ് നമ്മുടെ നാട്ടില്. നല്ല ബുദ്ധിയുള്ള പെൺപിള്ളേര്, അറിയാമോ നിങ്ങൾക്ക്? കണക്കെടുത്തിട്ടില്ല. ബുദ്ധിയും ഹെൽത്തും പണവും എല്ലാം തന്ന സ്ഥിതിക്ക് സ്വല്പം വിവരം എന്ന് പറയുന്ന സാധനവും കൂടെ ദൈവം നിങ്ങൾക്ക് തരാതിരുന്നത് ക്രൂവലായിപ്പോയി. എനിക്കിവിടെ ഒരു കല്ലുമേലങ്ങോട്ട് പിടിച്ചിരുത്തിയിട്ട് വേറൊരു കല്ലെടുത്ത് ഇടിച്ചിടിച്ചിടിച്ച് ചതയ്ക്കാൻ തോന്നുന്നു. നാളെ സാറ വീട്ടിൽ പോകുമ്പോ ഞാനിവിടെ ടൗൺ വരെ വരുന്നുണ്ട്. മണി ഓർഡർ അയക്കാനാ? ആ, ഇന്ന് തീയതി 3, നാളെ 4. ഇത്തവണ 350 രൂപ തന്നെയാണോ, അതോ എക്സ്ട്രാ വല്ലതും അയക്കുന്നുണ്ടോ? ഇല്ല. അനിയൻ എവിടെ നിന്ന് പ്രാവുന്നുണ്ടാവും. ഇല്ല, അവനറിയാം എനിക്കിവിടെ എന്താ കിട്ടുന്നതെന്ന്. അടുത്ത കൊല്ലം മുതൽ കൂടുതൽ അയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കൊല്ലം ഫൈനൽ ഇയർ ആവും. ആ, അതോടെ ഒരു ഭാരം ഒഴിഞ്ഞു. അനിയനെ എഞ്ചിനീയർ ആക്കി എന്നൊരു സമാധാനത്തോടെ പിന്നെ സ്വന്തം ജീവിതത്തെ പറ്റി ആലോചിച്ചു തുടങ്ങാം. പിന്നെ വേണോ ആലോചിച്ചു തുടങ്ങാൻ. പിക്നിക്കിന് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ നാളെ തന്നെ അവരവരുടെ ക്ലാസ് ടീച്ചേഴ്സിന്റെ അടുത്ത് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 85 രൂപയാണ് പിക്നിക് ഫീ. സ്കൂൾ എന്റർടൈൻമെന്റ് വിങ്ങിന്റെ സെക്രട്ടറി മിസ് ദേവികയായിരിക്കും പിക്നിക് ഇൻചാർജ്. പിക്നിക് ഫീ അടുത്ത ഇൻസ്റ്റാൾമെന്റ് ഫീയോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്.
Repeat. The amount of the picnic fee will be adjusted along with the next installment of fee. The picnic fee will be 85 rupees. 85. പിക്നിക്കിന്റെ പിറ്റേ ദിവസം അവൾ ഈ സ്കൂളിൽ ഉണ്ടാവില്ല. നമുക്ക് പിക്നിക്കിന് സ്കൾക്ക് ചെയ്യാൻ വേണ്ടി പിക്നിക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ 2 കുട്ടികൾ കുറവ്. അതുകൊണ്ട് 2 പ്രായമായ പെമ്പിള്ളേര് മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ? കൊച്ചു കളിയെന്നാ? സ്കൂളിലെ നാട്ടുകാർ പിന്നെ വെറുതെ വിടുമോ? പത്രക്കാർ ചുമ്മാ ഇരിക്കുവോ? പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ അനങ്ങായിരിക്കുവോ? പിന്നെ പിള്ളേര് വിടുമോ? സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഇവിടെ വാതിൽ വന്ന് കുത്തിയിരിക്കില്ലേ? പ്രശ്നമാവും. അങ്ങനെയൊക്കെ ആയി കഴിയുമ്പം മാനേജ്മെന്റ് എന്തെങ്കിലുമൊക്കെ കാണിക്കാതിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലുമല്ല, പിക്നിക് ഇൻചാർജ് ആരായിരുന്നു അവരെ ഒക്കെ പുറത്താക്കിയേ പറ്റൂ. സംശയിക്കണ്ട, ഷി വിൽ ബി സാക്ട്. നമ്മളോ? നമ്മൾ ചിലപ്പോ തിരിച്ചു വരും, ഇല്ലെങ്കിൽ അടുത്ത കൊല്ലം വേറെ ഏതെങ്കിലും സ്കൂളിലായിരിക്കും. ഏതായാലും അടുത്ത കൊല്ലം നമുക്ക് ഇവിടം പറഞ്ഞിട്ടില്ലെന്ന് ഉറപ്പാണേ. ഒറ്റയാഴ്ച നമ്മൾ പിടികൊടുക്കാതെ മുങ്ങി നിന്നാ മതി. അതിനിടയ്ക്ക് ഇതെല്ലാം സംഭവിച്ചിരിക്കും. പക്ഷെ നമ്മൾ എങ്ങോട്ട് പോവും? എവിടെ പോയി നിൽക്കും? ഈ വാടി ഞാനില്ലേ കൂടെ? നിന്നെ ആരും പിടിച്ചു തിന്നാ ഞാൻ നോക്കിക്കോളാം. നിന്നെയോ? എന്നെ തിന്നും, എങ്കിലാവും മുള്ളമ്പന്നിയെ തിന്ന പോലെ ഇരിക്കും. പിന്നെ പിക്നിക്കിനെന്ന് പറഞ്ഞിറങ്ങുമ്പോ അത് നമ്മുടെ ഇവിടെ നിന്നുള്ള ഫൈനൽ ഇറക്കമാണെന്ന് കരുതിക്കോണം. കയ്യിലുള്ള പൈസ, ഉള്ള ഗോൾഡ്, ഒരു 1-2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് എന്നും വെച്ച് കാണുന്നവർക്ക് സംശയം തോന്നുന്ന രീതിയിൽ പാഠം കെട്ടി ഇറങ്ങരുത്. എല്ലാം കൂടി ഇതിലൊതുങ്ങണം. പതുക്കെ പതുക്കെ കുറച്ചു പേര് ആ ബസ്സിൽ കയറിക്കൊള്ളൂ. പതുക്കെ 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 നോക്കി കയറ്. സൺസെറ്റ് നേരത്തെയാണോ? അതാണ് ഞാനും നോക്കിയത്. മണി 5 ആവുള്ളൂ. അതെ, ഈ വലിയ മരങ്ങളുടെയാ. പെട്ടെന്ന് അങ്ങിരുണ്ടു. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? വിസിൽ കൊടുത്തേരെ. ടൈം ടേബിൾ അനുസരിച്ച് കുട്ടികൾ ബസ്സിലേക്ക് കയറാൻ തുടങ്ങേണ്ടത് 6 മണിക്കാണ്. ആഫ്റ്റർ സീയിങ് ദ സൺസെറ്റ്. സൺസെറ്റ് കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ? ലൈനായിട്ട് പോകും. ആ വേഗം ഒന്ന് വേഗം ആട്ടെ. ഓടി വരും. ക്യൂ ആയിട്ട് നിന്നോളൂ. അറിയാൻ മതി. എല്ലാവരും വേഗം വരും. ഒന്ന് വേഗം വരും കുട്ടികളെ. എന്റെ വീട്ടിൽ പോകണ്ടേ? 18, 19, 20, 21, 22, 23, 24. തള്ളാതെ അതിന്റെ പേരെ പറയേ. ക്യൂറെല്ലാം കയറിക്കാം. 24, 25, 26, 27, 28, 29, 30. പതുക്കെ. ഇത് പറയത് 31, 32, 33, 34, 41. 6 PM എന്ന് പറഞ്ഞിട്ട് 5 മണി ആയിട്ടേ ഉള്ളൂ. ഒക്കെ ആയി. ഒന്നും ആയിട്ടില്ല. ഇല്ലെങ്കിൽ പിന്നെ ഇതൊന്നും ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് അടിച്ചു തരരുത്. അങ്ങോട്ട് കയറി കൂട്ടി. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. 43, 44, 45, 46, 47, 48, 49, 50, 51, 52. How many? 52. എനിക്കാണല്ലോ കുറവ്. എനിക്ക് 41 ഉള്ളൂ. അത് ടീച്ചറിന്റെ സ്വഭാവത്തിന്റെയാ. A drop of golden sun. Me, a name I call myself. For a long, long way to run. So I didn't pull it back. Long and not to follow so. Deep, a different time and fresh. Got to bring us back. ആദ്യം ചെയ്യേണ്ടത്
ഈ യൂണിഫോം മാറ്റി വേറൊരു ഡ്രസ് ഇടുക എന്നുള്ളതാണ്. ഇത് ഇട്ടുകൊണ്ട് ഇവിടെ നിന്ന് കറങ്ങിയാൽ കുഴപ്പാ. ഊരാന്ന് പറഞ്ഞ ഊരിയെ ഒക്കും. യൂണിഫോമിൽ നമ്മൾ സ്റ്റുഡൻസാ. യൂണിഫോം മാറ്റിയാൽ നമ്മൾ ഫ്രീ ബേർഡ്സാ. നമ്മൾ ആരാന്ന് പിന്നെ ആർക്കും പറയാനൊക്കില്ല. പിന്നെ അത് നമ്മൾ തീരുമാനിക്കണം. ഒരു ജീൻസും ടോപ്പും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. ബാ